ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രതിപക്ഷം. ഓഡിറ്റ് റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. വരവ് ചിലവ് കണക്ക് സംബന്ധിച്ച് നിയമസഭയെ ദേവസ്വം മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതായും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാന്തന സാജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സ്വാന്തന, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന് വീട് കിട്ടിയ മറ്റൊരായുധമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചിലവ് കണക്കിലെ ക്രമക്കേട്. ഇപ്പോൾ ഇതിനകം തന്നെ ദേവസ്വം മന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി പ്രതിപക്ഷം മുന്നിട്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഇത് പ്രതിരോധിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രുതി, കീർത്തന, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിനെതിരെ വലിയ ഒരു ആയുധമാക്കാൻ തന്നെയാണ് എന്തായാലും പ്രതിപക്ഷം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ അയ്യപ്പ സംഗമത്തിൽ വലിയ ഒരു തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഈ ഓഡിറ്റ് റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്. കാരണം ഈ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം അതിൽ ഉണ്ട്. പല കണക്കുകളുടെയും കണക്കുകൾ ഉണ്ടെങ്കിൽ പോലും അത് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ വലിയ തുകയാണ് ഈ കണക്കുകളിൽ കാണിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ബില്ലുണ്ട്, ബില്ലില്ല എന്നൊക്കെ ഉള്ള പല പരാമർശങ്ങളും പ്രതിപക്ഷം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. വലിയ തട്ടിപ്പ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത്. വലിയ ഒരു പണം തിരിമറി തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പണത്തിന്റെ തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും അത് മാത്രവുമല്ല, ഈ ദേവസ്വം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് നിയമസഭയിൽ കാണിച്ചപ്പോൾ അതിലും വലിയ അതിപ്പോൾ നിയമസഭയെ മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങളെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു കണക്കാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു കണക്ക് കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി എന്തായാലും പ്രതിപക്ഷം ഈ ഒരു സമയത്ത് ഉയർത്തുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തായാലും രമേശ് ചെന്നിത്തല അവകാശ ലംഘന നോട്ടീസൊക്കെ തന്നെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള മുൻനിർത്തി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ ആ ഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളൊരു മുദ്രാവാക്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. നിയമസഭയിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി വിവാദമായിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ആയുധമാക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിഷേധമൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടിയാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. ശ്രുതി, കീർത്തന. ശരി, സ്വാന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.